ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വാഹന വിപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നോളജിക്കൽ കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിനെ പറ്റി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബൈ റെക്കമെൻഡേഷനും നല്ല കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനി എന്ന് പറഞ്ഞാൽ KP8 ടെക്നോളജി എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിലേക്ക് വലിയ വളർച്ച സാധ്യതയുള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതെൻ്റെ കയ്യിൽ ഒരുപാട് നാളുകളായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞാൻ ഒരുപാട് കാലത്തേക്ക് ഇനിയും അങ്ങോട്ട് ഹോൾഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാട്ടോ. അപ്പം എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഇനി അടുത്തൊരു 10-15 വർഷത്തേക്ക് നല്ല വളർച്ച സാധ്യതയുള്ളൊരു മേഖലയിൽപ്പെട്ട ഒരു കമ്പനിയും കൂടിയാട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പോളിസി തന്നെ ഇവിടെ നിർമ്മിച്ച് പുറത്തേക്ക് കയറ്റുമതി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ കയറ്റുമതി കൂട്ടുമ്പോഴത്തേനും ഇതുപോലെയുള്ള ഇന്ത്യയിലെ ഉള്ള കമ്പനികൾക്ക് വലിയ വളർച്ച സാധ്യതയാണ് അവർക്ക്. കാരണം ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് അതിൻ്റെ അകത്ത് വാങ്ങിക്കണം എന്നുണ്ട്, അതിൻ്റെ അകത്ത് വേണമെന്നുണ്ട് പുറത്തുനിന്ന് തന്നെ കമ്പനികൾക്ക്. അപ്പോൾ അവരുടെ പുറത്തുനിന്നുള്ള ടെക്നോളജി ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇന്ത്യയിലുള്ള ടെക്നോളജി തന്നെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് തന്നെ ഈ കമ്പനികൾക്കൊക്കെ വലിയ വളർച്ച സാധ്യതയുണ്ട്. അപ്പം ഈ കമ്പനി ഇപ്പം നിലവിൽ നിന്ന് ഒരു ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു. അതുകൂടാണ്ട് പണ്ട് തന്നെ ഇവർക്കൊരു മികച്ചൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കാലത്തുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള പുതിയ നെക്സ്റ്റ് ജനറേഷനായിട്ടുള്ള ടെക്നോളജികളൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് വാഹനമായിട്ട് ബന്ധപ്പെട്ടൊരു മികച്ച വളർച്ച സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇവരുടെ സൊല്യൂഷൻസൊക്കെ ഇവിടെ സൊല്യൂഷൻസ് എന്നും പറഞ്ഞിട്ടുള്ള അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എക്സ്ട്രാ എന്നിട്ട് എടുത്തു പറയുന്നില്ല, അത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പം ഈ ഒരു കമ്പനിയുടെ വളർച്ച എന്ന് പറയുമ്പോഴത്തേനും വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വളർച്ച സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരുപാട് കമ്പനി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്രയും ജനങ്ങൾ വരുമ്പോഴത്തേനും ആ ഒരു ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടി എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ഒരുപാട് വാഹന കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവർക്കൊക്കെ കയറ്റുമതിയും വരുമ്പോഴത്തേനും ഈ കമ്പനിക്ക് വലിയൊരു വളർച്ച സാധ്യത അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമായിരിക്കും. ഇനി നമുക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കാം. ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 36,942 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിലേക്ക് കടന്നു വന്നേക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1348, 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 1764, 52 വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 741, സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 68.4, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 67.8, ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC എന്ന് പറഞ്ഞാൽ 30.2, ROE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25.7, രണ്ടും നല്ലൊരു ഇതാണ് കാണുന്നത്. ഫേസ് വാല്യൂ 10 ആണ്. അതാട്ടോ അതിൻ്റെ അകത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആട്ടെ അതിൻ്റെ അകത്ത് അതൊക്കെ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ചാർട്ട് നോക്കിയ ഒരു ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള നല്ലൊരു ചാർട്ടാണ്. ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നല്ല ആ ഒരു ഇതില്ല സ്റ്റെപ്പായിട്ടാണ് കയറി പോണത്. അത് നല്ലൊരു ചാർട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും താഴത്തേക്ക് വന്നു കഴിയുമ്പം ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 2019 മാർച്ചിൽ 641 കോടിയായിരുന്നു. അതിപ്പോൾ എത്രയായി? 3365 കോടി. ട്രേഡിംഗ് ടിൽമെന്ന് 4571 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ 92 കോടിയിൽ നിന്ന് എത്രയായി? 633 കോടിയിലേക്ക്. ട്രേഡിംഗ് ടിൽമെന്ന് 895 എത്തിയേക്കണേ. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ 14%, ഒരു 13%-നും 20%-നും ഇടയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലും കണ്ടിന്യൂസ് ഉയർന്ന് തന്നെയാണ് വന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 55 കോടിയിൽ നിന്ന് 387ലേക്കും. ട്രേഡിംഗ് ടിൽമെന്ന്
544 എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ റിസർവ് ആണെങ്കിലോ 2019 മാർച്ചിൽ 691 കോടിയായിരുന്നു. അതിപ്പോൾ എത്രയായി 1586 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കടമാണെങ്കിലോ 132 കോടിയിൽ നിന്ന് 376 എത്തിയിട്ടുണ്ട്. അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിയാലോ ലോങ് ടൈം ബോറോയിങ്സ് 0, 37 കോടി ഉണ്ടായിരുന്നു, അത് 0 ആക്കി. അത് നല്ലൊരു പോയിന്റ് അല്ലേ? ഒരു നല്ല പോയിന്റാണ്. കാരണം വളർച്ചാ കാലത്ത് ഇതുപോലെയുള്ള കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അത് നിലവിൽ ലോങ് ടൈം ബോറോയിങ്സ് ഇല്ല. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിൽ 60 കോടിയിൽ നിന്ന് കുറഞ്ഞ് 1 കോടിയിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു ചെറുതായിട്ട് കൂട്ടി 115 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണ്. ഷോർട്ട് ടൈം ബോറോയിങ്സ് അങ്ങനെ ഒരുപാട് കൂടുന്നത് നല്ലതല്ല, എന്നാലും അതിൻ്റെ റിസർവ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നോക്കുമ്പോൾ ബാക്കിയുള്ളത് ലീസിന് എടുത്തേക്കണം. അപ്പോൾ അത് പ്രശ്നമില്ല. ലോങ് ടൈമും ഷോർട്ട് ടൈമും തീരെ കുറവേ ഉള്ളൂ. അതൊരു നല്ല പോയിൻ്റാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോഴോ അതിൻ്റെ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. അപ്പോൾ 2021 മാർച്ചിൽ 40.14 ആയിരുന്നു. അതിപ്പോൾ എത്രയും 39.47 ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. FIS ആണെങ്കിൽ 20.92 26.48 കൂട്ടുകയാണ് ചെയ്തേക്കണത്. അപ്പം അതൊരു നല്ല പോയിന്റ് അല്ലേ? നല്ല പോയിന്റാണ്. DAS ആണെങ്കിലോ 15.44 കുറച്ച് എത്രയായി 11.6 കുറച്ചേക്കാണ്. പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിലോ 21.33 കാണുന്നത്. ഇപ്പോൾ FISനും DASനും നല്ല വിശ്വാസമുള്ളൊരു കമ്പനിയായിട്ടാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ചാർട്ട് നോക്കിയാലോ? ചാർട്ട് നോക്കിയത് വീക്കിലി ചാർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീക്കിലി ചാർട്ട് നോക്കിയേ, ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള നല്ലൊരു ചാർട്ട്. കാരണം സ്റ്റെപ്പ് കയറി പോണ പോലെ തന്നെ പോയേക്കണേ. ഇപ്പോൾ ഞാൻ ഏകദേശം ഇട്ടേക്കണം 480 ഏരിയയിൽ വെച്ചിട്ട് എങ്ങാണ്ട് ഇട്ടേക്കണം. അത് കഴിഞ്ഞിട്ട് 800 വരെ പോയി. അവിടുന്ന് വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്. പിന്നെ അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ കയറിപ്പോയേക്കുമായിരുന്നു. ഇപ്പം നിലവിൽ വന്നേക്കണം 1700 മുകളിൽ വന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു 20% അടുത്ത് മുകളിലേക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ നോക്കുമ്പോൾ ഇതിന് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ RSI വാല്യൂ ആണെങ്കിലോ ഒരു 45 എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓളി നോക്കി ഇടയ്ക്കിടയ്ക്ക് നല്ല പച്ച ആണ് കൂടുതലും കാണാനുള്ളത്. അതൊരു നല്ലൊരു പോയിൻ്റാണ്. ഇതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് പോണത്. അതാണ് അതിൻ്റെ അകത്തൊരു വേറൊരു എടുത്തു പറയേണ്ട ഒരു കേസ്. അപ്പോൾ അതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുകളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഇവിടുന്ന് നിലവിലത്തെ പൊസിഷൻ, നിലവിലത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1347 നിൽക്കുന്നത്. ഒരു ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1329, അത് കഴിഞ്ഞാൽ 1206. ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല സപ്പോർട്ടുള്ള ഒരു ഏരിയയാണ്. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 1300 താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ കാരണം ഇപ്പോൾ ഓൾറെഡി 20% അടുത്ത് കറക്റ്റ് ചെയ്തു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടം. ആ ഒരു ഇത് കാരണമാണ് നിലവിലത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒരു കൺസോൾട്ടേഷനൊക്കെ വന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തന്നെ ഇവൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് ഒരു കയറ്റം വരുമ്പോഴത്തേനും ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1545, അത് കഴിഞ്ഞാൽ 1700 മുകളിലേക്കായിരിക്കും. അപ്പോൾ 1700 മുകളിലേക്ക് അങ്ങോട്ട് കട്ട് ചെയ്താൽ പിന്നെ ഒരു വലിയൊരു ജേർണി കൂടി അടുത്ത ജേർണി അങ്ങ് തുടങ്ങാൻ പോകും. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു 10,000 മുകളിലേക്കാണ് എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ നിന്നും വലിയൊരു കുതിപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് കേട്ടോ. ഇപ്പം നിലവിലത്തെ ഫസ്റ്റ് ടാർഗറ്റ് 10,000 മുകളിലേക്കും അത് കഴിഞ്ഞിട്ട് ഒരു 20,000 എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് കേട്ടോ. ഞാൻ അത്ര കാലം ഹോൾഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പം നിലവിൽ കുറേ കാലങ്ങളായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജേർണി പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു നല്ലൊരു ഈ കാലത്തിനൊത്ത ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വരും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലഘട്ടത്തിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഈ കമ്പനീനെ പറ്റി പഠിച്ച് അതിനെ ഫോളോ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കമ്പനീനെ ബാധിക്കുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇടിവിൻ്റെ സമയത്ത് മികച്ച കമ്പനികൾ എപ്പോഴും തന്നെ
നിലവിൽ ഹോൾഡ് ചെയ്യാനും ആ ഒരു കമ്പനിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ആ ഒരു കമ്പനി എത്തിപ്പെടാനുമാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയുടെ സെയിൽസ് കൂടുന്നുണ്ടോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. വേറൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല. ആ ഒരു ജേർണി പങ്കെടുക്കുക, നല്ല ആസ്വദിച്ച് ജേർണി പങ്കെടുക്കുക. അതുപോലത്തെ ഒരു സ്റ്റോക്കാണ് നിലവിൽ കാണുന്നത്. ഓരോ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിയുമ്പോഴും അതിനേക്കാളും മുകളിലേക്ക് ഉയർന്നു പോണ സ്റ്റോക്കുകളായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇത് പറഞ്ഞോട്ടെ, ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇതെൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കാട്ടോ. അപ്പം ഈ വീഡിയോ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നും അല്ല കേട്ടോ, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.